ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുതിയ ഉപദേശക സമിതി നിലവിൽ വന്നു. പ്രസിഡന്റ് PR സുരേഷ് കുമാറും സെക്രട്ടറി കൃഷ്ണകുമാറും, ജോയിന്റ് സെക്രട്ടറി ജയേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് മീന, ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ, ട്രഷറർ എന്നിവരടങ്ങുന്ന 15 അംഗ കമ്മിറ്റിയാണ് നിലവിൽ വന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം നടന്നു. TP ഗിരീശനും PR സുരേഷ് കുമാറും തമ്മിലായിരുന്നു മത്സരം. TP ഗിരീശന് 5 വോട്ടും PR സുരേഷ് കുമാറിന് 7 വോട്ടും ലഭിച്ചു. ദേവസ്വം ഓഫീസർ ഹരികൃഷ്ണൻ വരണാധികാരിയായിരുന്നു. നിലവിൽ ഉത്രാളിക്കാവ് പൂരത്തിന്റെ എങ്കക്കാട് വിഭാഗം പ്രസിഡന്റാണ് PR സുരേഷ് കുമാർ. നമസ്കാരം. ഉത്രാളിക്കാവ് ക്ഷേത്രോപദേശ സമിതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരു വർഷക്കാലമായി ഉത്രാളിക്കാവിൽ ക്ഷേത്ര സമിതി ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ തർക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു വർഷത്തിന് ശേഷം ഇന്ന് ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉത്രാളിക്കാവ് ക്ഷേത്രോപദേശ സമിതിയായി തെരഞ്ഞെടുത്തു. അതിൽ തെരഞ്ഞെടുപ്പിൽ ഉള്ള സംഖ്യ 15ആണ്, ദേവസ്വം ഓഫീസർ ഉൾപ്പെടെ. അതിൽ 14 ആളേനെ 41 അംഗ കമ്മിറ്റിയാണ് ഇന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ അവിടെ ക്ഷേത്ര ഗോപുര നടയിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് 30 അംഗ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് നറുക്കെടുത്ത് 14 പേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എൻ്റെ ക്ഷേത്ര ഉപദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ അതിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് TP ഗിരീശൻ എന്ന് പറയുന്ന ആളുമായി PR സുരേഷ് കുമാറും TP ഗിരീശനുമായി മത്സരിക്കുകയും TP ഗിരീശന് 5 വോട്ടും PR സുരേഷ് കുമാറിന് 7 വോട്ടും ലഭിക്കുകയും അതിൻ്റെ ഭാഗമായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും ഈ കൃഷ്ണകുമാർ എന്ന് ആളെന്നെ സെക്രട്ടറിയായും ട്രഷറായി ദേവസ്വം ഓഫീസറേനെയും വൈസ് പ്രസിഡൻ്റായി മീന എന്ന് പറയുന്ന മാഡത്തിനെയും ജോയിൻറ്റ് സെക്രട്ടറിയായി ജയേഷ് കുമാറിനെയും ഓഡിറ്ററായി പ്രഭാകരനെയും തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നെ തിരഞ്ഞെടുത്ത ക്ഷേത്രോപദേശകർക്ക് തിരഞ്ഞെടുക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാവർക്കും ഞാൻ ദേശത്തിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തെ വിളക്കുകൾ സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യും. പകൽ പോലെയുള്ള വെളിച്ചവും ഒപ്പം കളർഫുൾ ആകുന്ന മൾട്ടി ഫംഗ്ഷൻ ഹാർഡ് ലൈറ്റുകൾ. വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.